ഡോക്ടർ, അപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസിലൂടെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനും അമ്മയ്ക്കുമെല്ലാം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, വളരെ കറക്റ്റായിട്ടുള്ള ചെക്കപ്പ് ചെയ്യുന്ന അമ്മയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാം, ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുഞ്ഞിനും അതേപോലെ തന്നെ നമ്മുടെ അമ്മയുടെ പ്രഷറും ഷുഗറും ബാക്കിയുള്ള അവരുടെ ന്യൂട്രീഷനൊക്കെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനും ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. ഇതിലെ മെയിൻ പ്രശ്നം 35 വയസ്സിന് മേലെയുള്ള ഞാൻ മുന്നേ സൂചിപ്പിച്ചത്, അതായത് ക്രോമസോമിലുള്ള പ്രശ്നങ്ങൾ. 35 വയസ്സിന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അണ്ടങ്ങളുടെ എണ്ണത്തിലുള്ള കുറവും അതിനുള്ള ഗുണമേന്മ, അതായത് ക്വാളിറ്റിയിലുള്ള കുറവും ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം, അതായത് 35-ന് ശേഷം ഗർഭം ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ക്രോമസോമിലുള്ള അതല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഗുണമേന്മയില്ലാത്ത അല്ലെങ്കിൽ ഗുണമേന്മ കുറവുള്ള അണ്ടങ്ങളായിട്ടാണ് ഗർഭം ധരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ, ജനിതക വൈകല്യങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല, ക്രോമസോമൽ അന്യൂപ്ലോയിഡി എന്നൊക്കെ പറഞ്ഞ് ഈ ഡൗൺ സിൻഡ്രോം, പട്ടോ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറഞ്ഞ് ഉള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു 11-നും 13-നും ഇടയ്ക്കുള്ള സ്കാൻ, ഒരു പ്രത്യേകതരം സ്കാനാണ് അത്. NT സ്കാൻ പ്ലസ് അന്യൂപ്ലോയിഡി സ്ക്രീനിങ് എന്ന് പറയും. കുഞ്ഞിൻ്റെ ചില സ്കാനിൽ ഒരു മെഷർമെൻറ്റ്സ് എടുക്കുകയും അതുകൂടാതെ അമ്മയുടെ ബ്ലഡ് പരിശോധിച്ച് ഇത് രണ്ടും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 85% വരെ ഈ അസുഖങ്ങളല്ല, ഈ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഈ ടെസ്റ്റുകളിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്, ഒരു സംശയം തോന്നുകയാണെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ സാങ്കേതിക മികവുള്ള ടെസ്റ്റുകൾ ലൈക്ക് NIPT അല്ലെങ്കിൽ ആംനിയോസെൻറ്റസിസ് തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. ആ ടെസ്റ്റുകൾ കുറച്ചും കൂടെ ആക്യുറസി കൂട്ടും. ഇപ്പം NIPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിശോധനയാണ്. ആ ടെസ്റ്റിൽ വെച്ച് ഏകദേശം 95 മുതൽ 99% വരെ ഈ ഞാൻ മേൽപ്പറഞ്ഞ ഈ ഡൗൺ സിൻഡ്രോം തുടങ്ങിയ അന്യൂപ്ലോയിഡി തുടങ്ങിയ അസുഖങ്ങൾ ഇല്ലയെന്ന് 95 മുതൽ 99% വരെ പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ടും അതിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലാണ് നമ്മൾ കുഞ്ഞ് കിടക്കുന്ന വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കുന്ന ആംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ആംനിയോസെൻറ്റസിസിലൂടെ നമ്മൾ കുഞ്ഞിൻ്റെ ക്രോമസോമിൻ്റെ എണ്ണവും അതിലുള്ള മാറ്റങ്ങളുമാണ് നോക്കുന്നത്. അപ്പം അത് ഏകദേശം 99 മുതൽ 100% വരെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാൻ ഈ 11 മുതൽ 13 ആഴ്ച 6 ദിവസത്തിനുള്ള സ്കാനാണ്. അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൂടുതൽ ഫോളോ അപ്പ് വേണ്ടി വരും.